ആരും മുഖത്തെ ഫിറ്റ്നസിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അമിതമായ സമ്മർദ്ദം, അസുഖം, മുറിവുകൾ, വിഷമതകൾ എല്ലാം പ്രതിഫലിക്കുന്നത് മുഖത്താണ്. ശരിയായ രക്തചംക്രമണം നടക്കാതെ ടോക്സിനുകൾ രൂപപ്പെട്ട് ചർമ്മത്തിന്റെ ഇലാസ്തികതയും പ്രോട്ടീനും നഷ്ടപ്പെടും. മൃതകോശങ്ങളിൽ ചർമ്മത്തിന് ജീവനില്ലാത്ത അവസ്ഥയാവും. ചുളിവ്, കണ്ണിനു താഴെ പോളവീർക്കൽ, കണ്ണിന്റെ വശങ്ങളിൽ മടക്കുകൾ, ഇരുണ്ട പാടുകൾ, ചർമ്മം തൂങ്ങുക, പ്രശ്നങ്ങൾ പലതുമുണ്ട്. ഇവ പരിഹരിക്കാൻ മുഖവ്യായാമം സഹായിക്കും. ഫിഷ് സ്പൗട്ട് ഫേസ്. കവിളുകൾ ഉള്ളിലേക്ക് വലിച്ച് ചുണ്ടുകൾ കൂർപ്പിച്ച് മത്സ്യത്തിന്റെ വായ പോലെ വയ്ക്കുക. ഇങ്ങനെ 10 സെക്കൻഡ് പിടിച്ചുവെക്കണം. ഇത് 3 പ്രാവശ്യം ആവർത്തിക്കുക. ചീർത്ത കവിളുകൾ അയഞ്ഞ് പേശികൾ ബലപ്പെടുത്തി മുഖത്തെ ചുളിവുകൾ ഇല്ലാതാക്കും. ബലൂൺ പോസ്. കവിളുകൾ വീർപ്പിച്ച് ബലൂൺ പോലെയാക്കി 10 സെക്കൻഡ് വയ്ക്കുക. അങ്ങനെ 5 തവണ ചെയ്യാം. ഇത് മുഖത്തെ രക്തചംക്രമണം കൂട്ടാൻ സഹായിക്കുകയും മുഖക്കുരു കുറയ്ക്കുകയും പാടുകൾ മായ്ക്കുകയും ചെയ്യും. ഈ വ്യായാമം താടിയിലെ അമിത കൊഴുപ്പ് ഇല്ലാതാക്കാനും സഹായിക്കും. ഫേസ് ലിഫ്റ്റർ പോസ്. പതുക്കെ കഴുത്തുയർത്തി മുകളിലേക്ക് നോക്കുക. അതിനുശേഷം ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ച് ആകാശത്തെ ഉമ്മ വയ്ക്കുക. ഇത് 5 തവണ ആവർത്തിക്കുക. കഴുത്തിലെ തൂങ്ങി നിൽക്കുന്ന പേശികളെ ബലപ്പെടുത്തുന്നതിന് ഗുണം ചെയ്യും. പപ്പറ്റ് ഫേസ്. ഒരു സ്ഥലത്തിരുന്ന് നേരെ നോക്കുക. ശേഷം ചൂണ്ടുവിരൽ മൂക്കിന്റെ ഇരുവശങ്ങളിൽ വയ്ക്കുക. എന്നിട്ട് പതുക്കെ മുകളിലേക്ക് അമർത്തുക. പതുക്കെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടണം. അതിനുശേഷം വിടർന്ന് ചിരിക്കുക. മൂക്കിന്റെ നാഡികൾക്ക് ശക്തി നൽകുകയും കവിളുകൾ ബലപ്പെടുത്തുകയും ചെയ്യും. ഓവൽ പോസ്. ഇതിനെ ആന്റി ഏജിംഗ് പോസ് എന്നും പറയാം. മൂക്കിന് താഴെയുള്ള ഭാഗങ്ങൾ വിടർത്തിവെച്ച് ഓവൽ ഷേപ്പ് ആക്കുക. മുഖത്തെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്ന വ്യായാമമാണിത്. രക്തയോട്ടം കൂട്ടുകയും ചെയ്യും. വി പോസ്. ചൂണ്ടുവിരലും നടുവിലത്തെ വിരലും കൺപുരികത്തിന്റെ 2 അറ്റങ്ങളിലും വയ്ക്കുക. ശേഷം കണ്ണുകൾ മുകളിലേക്കും താഴേക്കുമായി നോക്കുക. കൂടുതൽ ഏകാഗ്രത കിട്ടാൻ സഹായിക്കും. കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചുളിവുകൾ ഇല്ലാതാക്കും. മൈഗ്രെയിനും ആശ്വാസമാകും. ദ സോർ സ്മൈൽ. ചൂണ്ടുവിരൽ ചുണ്ടിൽ വയ്ക്കുക. എന്നിട്ട് പല്ലു കാണിക്കാതെ ചുണ്ടു വലിച്ചു പിടിച്ച് ചിരിക്കുക. ഇത് 15 പ്രാവശ്യം ചെയ്യണം. ചർമ്മത്തിന്റെ നിറം വർദ്ധിക്കാനും കവിളുകൾ, ചുണ്ടുകൾ എന്നിവ ബലപ്പെടുത്താനും നല്ലതാണ്. ഫേഷ്യൽ യോഗ ചെയ്യുമ്പോൾ താടി, വായ, കണ്ണുകൾ, നെറ്റി എന്നിവിടങ്ങളിലെ പേശികൾക്ക് ഊർജ്ജസ്വലതയും ബലവും കിട്ടും. അടുക്കളയിൽ പാചകത്തിനിടയിലും TV കാണുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇത് ചെയ്യാം. തുടക്കത്തിൽ 15 മിനിറ്റ് ചെയ്താൽ മതി. പിന്നീട് ഓരോ തവണയായി സമയം കൂട്ടിക്കൊണ്ടുവരണം. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.